സോറി, ഞാൻ അതിന് വേണ്ടി അടുത്ത് ഗൈസ്. വേറെ ഒന്നല്ല, ഞങ്ങളിപ്പോ പോകുന്നത് നമ്മുടെ ആ സ്ഥലത്തിന്റെ പേര് മീഡിയ സിറ്റിയിലാണ്. മീഡിയ സിറ്റിയിൽ നമുക്ക് ഹിറ്റ് 96.7 എന്ന് പറയുന്ന റേഡിയോ ചാനലുണ്ട്. അപ്പൊ അതിൽ സുർമിത ചിപ്പി യെസ്. അപ്പൊ ഞങ്ങളെല്ലാരും കൂടിയിട്ടാണ് പോകുന്നത്. യുനോ ഞാൻ ഷട്ടറൊക്കെ ഒന്ന് കാണണം, അതുപോലെ തന്നെ എയറിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് പോവാ കാണാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് റേഡിയോയിൽ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനുള്ള കേസ് ഖബാൻ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. എന്താ പറയുക, നമ്മൾ ഈ സ്റ്റേഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് റേഡിയോ സ്റ്റേഷൻസ് വരുന്നുണ്ട്. മലയാളീസിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു റേഡിയോ സ്റ്റേഷൻ തന്നെ ആട്ടോ അത്. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാം നടന്ന് കാണുമായിരുന്നു. നോക്കൂ, ഇത് മറ്റൊരു അറബിക് സ്റ്റേഷനാണ്. ഓക്കെ, ഇത് ഹിന്ദിയാണ്. ഹിന്ദി സ്റ്റേഷൻ. ഇത് ഇംഗ്ലീഷ് വെർജിൻ ആണ്. സോറി, വെർജിൻ റേഡിയോ ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഫാർസി സ്റ്റേഷനാണ്. മറ്റൊരു ഇംഗ്ലീഷ് ആണല്ലേ അത്. മറ്റൊരു ഫിലിപ്പിനോ, നമ്മുടെ മലയാളം. ഹലോ, ഹായ്. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടം കഴിയും. നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡിൽ നമുക്ക് വാച്ച് ചെയ്യാം. പിന്നെ ഇനി മാത്രമല്ല, അങ്ങനെ ഒരു സാധനം വരണമെങ്കിൽ ഒരുപാട് സ്റ്റാർസ് ഒക്കെ ഉള്ള അവാർഡ് ഷോ അല്ലാണ്ട് സത്യം പറഞ്ഞാലില്ല. പിന്നെ ആൾക്കാർ ടെലിവിഷൻ കാണുന്ന ന്യൂസും ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ വരുമ്പോഴാണ്. പക്ഷെ ഇതിനെ മൊത്തമായിട്ട് എപ്പോഴും മാറ്റിയെടുക്കുന്ന ഒന്ന്, ഒരുപക്ഷെ അപ്പോയിന്റ്മെന്റ് വ്യൂയിങ് അല്ലെങ്കിൽ അത് കണ്ട് എന്താണ് എന്ന് അറിയാനായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു ഷോ എന്ന് പറഞ്ഞാൽ അത് ഒന്ന് മലയാളത്തിൽ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് ലാലേട്ടനാണ് അത് ഹോസ്റ്റ് ചെയ്തെന്നുള്ളത്. ബിഗ് ബോസ് ഓരോ കാലഘട്ടത്തിലും ഒരുപാട് താരങ്ങളെ സമ്മാനിക്കാറുണ്ട്. എന്നാൽ പിന്നീട് ഒരുപാട് ചർച്ച വിഷയമായി മാറാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കഴിഞ്ഞ ബിഗ് ബോസിൽ ശരിക്കും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ളൂ ബിഗ് ബോസിലെ കോമണേഴ്സിനെ ഈ കോമണേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ കോമണേഴ്സ് പിന്നീട് അവിടത്തെ സെലിബ്രിറ്റി എന്ന് മാത്രമല്ല അവിടുത്തെ ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരായി മാറുന്നത് വളരെ ചുരുക്കമേ സംഭവിക്കാറുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം, അങ്ങനെ വന്ന തുടക്കം തൊട്ടുള്ള ഒരു കോമണർ ശരിക്കും ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേര് കൃത്യമായി പറഞ്ഞ റസ്മിൻ. ഒരുപാട് സന്തോഷം. റസ്മിൻ, അപ്പോൾ ശരിക്കും ഈ കോമണർ ആയിട്ടുള്ള ഒരാളുണ്ട് ഇപ്പം ഈ ബിഗ് ബോസിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഹോട്ട്സ്റ്റാർ പോലെ അല്ലെങ്കിൽ ഡിസ്നി പോലുള്ള ഒരു കമ്പനിയാണ് എൻഡമോളാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് വരെ നടത്തുന്നത്. അപ്പോൾ ഒരു കോമണറിന് ഇതിൽ കയറാനുള്ള പ്രോസസ് എന്താണ്? ഇതിൽ ശരിക്കും കോമണേഴ്സിന് ഇവർ തന്നെ ഏഷ്യാനെറ്റ് തന്നെ റിവീൽ ചെയ്യും. അതായത് ഇത്ര ഡേറ്റിലുള്ളിൽ കോമണേഴ്സിന് ഇതിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ 1.3 മിനിറ്റ് വരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. അവർക്ക് അവരുടെ സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഒരുപാട് ഓഡീഷൻസ് ഉണ്ട്. ആ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓഡീഷൻ കഴിയുമ്പോൾ അവർ പറയില്ല, പക്ഷെ സെലക്ടഡ് ആണെങ്കിൽ അവർ നെക്സ്റ്റ് ഓഡീഷൻ ഉണ്ട് വിളിക്കും. അങ്ങനെയാണ് ഞാൻ വീഡിയോ അയച്ചു കൊടുത്തത്. അതായത് ഇത് കഴിയുന്നത് വരെ പറയാൻ അതായത് ഞാൻ എന്റെ വീട്ടിൽ പോലും അറിയിച്ചത്, അതായത് ഇപ്പോ സൺഡേ ആയിരുന്നു ഞങ്ങൾ കോമണേഴ്സിന്റെ ഇത് ഇവര് റിവീൽ ചെയ്തത് ഏഷ്യാനെറ്റിൽ. അപ്പൊ ഞാൻ അറിയിക്കുന്നത് എനിക്ക് മൊത്തം കിട്ടി, സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഇതിന്റെ നമ്മുടെ പ്രൊമോ ഷൂട്ട് ചെയ്യാൻ വരുമല്ലോ, അതിന്റെ തലേന്നാണ് ഞാൻ വീട്ടിൽ വരെ പറഞ്ഞത്. വീട്ടുകാരോട് നമുക്ക് പറയാം, പക്ഷെ ഞാനൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ തന്നെ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ എന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട്സിനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതില് ഇപ്പോ ഏറ്റവും കൂടുതൽ കാണുന്ന ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് ഉള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ സ്ക്രിപ്റ്റഡ് ആയിരിക്കും, പക്ഷെ ഞാൻ ചോദിക്കുന്നത് സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ കൂടിയും ഇതിന്റെ അകത്ത് കുറെ സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയാം. അതായത് നിങ്ങളെ നന്നായിട്ട് പഠിച്ചിട്ടാണല്ലോ കയറ്റിവിടുന്നത്. അപ്പൊ നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെ റിയാക്ട് ചെയ്യാം എന്നുള്ളൊരു കാൽക്കുലേഷൻ, ആ ഒരു കാൽക്കുലേഷനിൽ റസ്മിന് തോന്നിയിട്ടുണ്ടോ? റസ്മിനെ കൊണ്ട് വേണമെന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എത്രത്തോളം ബിഗ് ബോസ് മാനിപ്പുലേറ്റ് ചെയ്തായിട്ട് ഫീൽ ചെയ്തു അവിടെ നിന്ന്? ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഈ 4 ഓഡീഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ ഓഡീഷന്റെ സമയത്ത് തന്നെ ഇവര് നമ്മളെ നന്നായി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. അതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓഡീഷന്റെ സമയത്ത് ചോദിച്ചിട്ടുണ്ട്.
പക്ഷെ അതിന്റെ അകത്ത് ബിഗ് ബോസ് നമുക്ക് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തരും. അതായത് ചിലപ്പോൾ ഓരോ മോർണിംഗ് ടാസ്ക് ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് ഒന്നില്ലെങ്കിൽ അവരായിട്ട് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് വരുന്ന രീതിയിൽ തന്നെയാണ് തരുന്നത്. അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഇന്ന ആളെ കൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത്. അതിനുള്ള ഒരു പൊടിമരുന്നൊക്കെ ഇതേപോലെയുള്ള ചെറുതായിട്ട് അവര് ഓൾറെഡി തന്നെ സ്പാർക്ക് ഉണ്ടാക്കി തരും, ഇട്ട് തരും. ബാക്കിയുള്ളവർ അതിലെ കയറി പിടിക്കും. അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മറ്റേ 24 hours ഉണ്ട്, 24 hours കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് എൻ എഡിറ്റഡ് വേർഷൻ. എക്സാക്ട്ലി. എല്ലാവരും എന്ത് ചെയ്യുന്നതുള്ളല്ലോ, അവരെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇത് മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് സ്ക്രിപ്റ്റ് എന്നുള്ളതിനേക്കാളും ഈ ഇവര് ഞാൻ പറഞ്ഞത് ഇപ്പൊ റസ്മിൻ ഒരു നല്ല കാര്യം പറഞ്ഞിട്ട് അതിനപ്പുറം ഒരു ചീത്ത കാര്യം പറഞ്ഞു, നല്ല കാര്യം മറച്ചു വെച്ച് വേണം ചീത്ത കാര്യം പറയാം. അങ്ങനെയുള്ള എഡിറ്റിംഗ്. ഇപ്പൊ ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് എപ്പിസോഡ്സ് കണ്ടു. ഇല്ല, കണ്ടില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മള് എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ലൈവ് ഇമോഷൻസിലൂടെ പോയ ആൾക്കാരെ നമ്മളാണ്. അപ്പൊ വീണ്ടും അത് കാണുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരു ലൈവ് ഇരുന്ന് കാണും. അപ്പൊ ലൈവിലിപ്പോ ഞാൻ അവിടെ ഇല്ല, പക്ഷെ ഇപ്പൊ നോറയുടെ ഒരു നോറേനെ എല്ലാരും കൂടി അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനിലാണ് ഞാൻ കാണുന്നത്. അപ്പൊ നോറ എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയാം, അത് അങ്ങനെയല്ല പറയാതെ മനസ്സിലാക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് പറയാം. അപ്പൊ ഞാൻ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം നമ്മൾ വീണ്ടും ആ ഒരു ഇമോഷൻസ് നമുക്ക് പിന്നെയും വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ഒരു മൊമെന്റ്, അതായത് നമ്മൾ വേണമെങ്കിൽ ചെയ്യാതിരിക്കില്ല, ചിലപ്പോ അതിന്റെ അകത്തെ സാഹചര്യം ആയിരിക്കും റസ്മിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതും ചെയ്തതും. പുറത്തു വന്നതിന് ശേഷം റിഗ്രറ്റ് ചെയ്ത നിമിഷങ്ങളുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഇഷ്ടംപോലെ ഇല്ലെങ്കിലും മെയിൻ ആയിട്ട് റിഗ്രറ്റ് ചെയ്ത ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അതിലാണ് എനിക്ക് ഏറ്റവും പ്രശ്നം തോന്നിയത്. കാരണം ഞാനും ജാസ്മിനും അത്രയും ക്ലോസ് ആയിരുന്നു. അപ്പോ ചില ആൾക്കാര് നമ്മളെ ഈ പറയുന്ന മാനിപ്പുലേഷൻ ആയിരുന്നു അത് പക്ഷെ പുറത്ത് ഔട്ട് കൊടുത്തിട്ടില്ല. ആൾക്കാർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ട് രസ്മിനെ മനസ്സിലാക്കാതെ പോകും. അതായത് ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് ഇവരൊക്കെ ജാസ്മിനെയും ഗബ്രീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുറത്ത് നടന്നത് അവരിങ്ങനെ കണ്ടുവന്ന ആൾക്കാരാണ്. അപ്പൊ അവരിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിൽ പെട്ടു. അപ്പോൾ ആ ഒരു സാധനം എൻ്റെ മൈൻഡിൽ കിടന്നിട്ട് ഞാൻ ജാസ്മിനോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു. ഒരു സിറ്റുവേഷനിൽ പവർ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഭയങ്കര നമ്മൾ മെന്റലി സ്ട്രെസ് വരുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു പവർ റൂമിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്. ആ ഒരു സമയത്ത് ഞാനും ജാസ്മിനും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ജാസ്മിനെ അതിനെ പിടിച്ച് തള്ളുന്ന ഒരു ഇത് വന്നു. അത് ആക്ച്വലി ഈ പറഞ്ഞ ഈ മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് വന്ന കുറെ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ കിടക്കുകയും പിന്നെ ഈ പവർ റൂമിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രെസ്സും ഇതെല്ലാം കൂടിയിട്ട് മൊത്തം കയ്യിൽ നിന്ന് പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് ശരിക്കും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ സ്വന്തം അവക്കും അത് മനസ്സിലാവും. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോഴും ജാസ്മിൻ ഭയങ്കര ക്ലോസ് ആണ്. അപ്സരയുടെയും എന്റെയും ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ അകത്ത് ഔട്ട് ഇതേപോലെ നേരത്തെ മിഥുൻ ചേട്ടൻ പറഞ്ഞു, അതായത് ഈ റൂമിൽ നടക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ കാണിക്കുക, അപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റങ്ങൾ പറയുന്നതായിരിക്കും കാണിക്കുക. അപ്പൊ ഞാൻ അപ്സരയും അതിനകത്ത് നല്ല ഫ്രണ്ട്സ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും എന്റെ ആവശ്യങ്ങൾ പറയാതെ തന്നെ അപ്സര ചെയ്തൊക്കെ കാരണം ഇപ്പൊ ഈ ഓണത്തിന്റെ ഒരു ഡ്രസ്സിലൊക്കെ വന്നിട്ട് അപ്പൊ അതെല്ലാം എനിക്ക് അപ്സര ചെയ്തത്. അപ്പൊ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്സരയാണ്. ഇനി ബിഗ് ബോസിന് മുന്നുള്ള റസ്മിൻ, ബിഗ് ബോസിന് ശേഷമുള്ള റസ്മിൻ, അതില് ഇപ്പൊ ആൾക്കാർ കാണുന്നു, തിരിച്ചറിയുന്നു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വലിയ ഇതിനു മുമ്പ് ഒരു കരിയർ ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. ഉറപ്പായിട്ടും ആ ഒരു കരിയർ ഓപ്ഷൻ ആയിരിക്കില്ല ബിഗ് ബോസിന് ശേഷം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? എന്തായിരുന്നു ഇതിനു മുമ്പുള്ള ഒരു കരിയർ ഓപ്ഷൻ? എന്തായിരുന്നു? ഞാൻ ടീച്ചിങ് ആയിരുന്നു. ഞാൻ എറണാകുളം സെന്റ് തെരേസസ് കോളേജില് എന്റെ ഒരു മാം പറഞ്ഞിട്ടുണ്ട്, നമ്മള് ലോകത്തിന്റെ എപ്പോഴും പോയാലും ചേച്ചിനെ അപ്പോ കോളേജില് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയിരുന്നു. ഇനിയിപ്പോ ഞാനിപ്പോ ഇപ്പൊ ഇല്ലെന്നാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. PhD ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മീഡിയ റിലേറ്റഡ് നിൽക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. വ്ളോഗിങ്ങും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഓൾറെഡി. പിന്നെ എനിക്ക് മിഥുൻ ചേട്ടനെ പോലെ നല്ലൊരു ആങ്കർ ആവണമെന്നും അതുപോലെ തന്നെ ആർച്ചയും ചെറിയ താല്പര്യം എല്ലാം ഉണ്ട്. അതെനിക്ക് മീഡിയ റിലേറ്റഡ് ഭയങ്കര പണ്ട് മുതലേ ചെറുപ്പം മുതലൊക്കെ ആങ്കറിങ് ഒക്കെ ചെയ്യുമായിരുന്നു.
ഇപ്പോൾ ഇവന്റിന് ഐ മീൻ ഈ ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ പാർട്ട് ടൈം ആയിട്ട് എല്ലാം അതായത് ഈവന്റ്സിലെല്ലാം ചെയ്യായിരുന്നു, എല്ലാം കാറ്ററിങ്ങും ഹോസ്റ്റിങ്ങും ആങ്കറിങ്ങും എല്ലാം ചെയ്യായിരുന്നു. അടിപൊളി. അപ്പൊ അതിനോട് പണിയെടുത്ത് ജീവിക്കായിരുന്നു. ടൈമാണ് ആക്ച്വലി. ദുബായില് പുതിയ പരിപാടികൾ എന്തെങ്കിലും? ദുബായിൽ ഞാൻ ചുമ്മാ ഒന്ന് വിസിറ്റിന് വന്നതാണ്. കുറച്ച് പ്രൊമോഷൻസ് അടിച്ചുപൊളി നടക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പ്രൊമോഷൻസ് അങ്ങനെ വന്നതാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് മന്ത് തിരിച്ചു പോകും. പിന്നെ റിട്ടേൺ വന്നാലോ എന്നുള്ള ഒരു ആലോചനയുണ്ട്. ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ഭയങ്കര കണക്ഷൻ. ഇപ്പൊ ഇവിടെ നമ്മളൊരു 5 മിനിറ്റ് പുറത്തിറങ്ങിയാലും ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുമ്പോൾ നമുക്ക് നമുക്കുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മൊത്തത്തിൽ ഇഷ്ടമായി. അടിപൊളി. അപ്പൊ രശ്മിൻ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ലൈഫിലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റട്ടെ രശ്മിൻ. താങ്ക് യു. റൈറ്റ് ടൈമാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിനും ഒരുപാട് താങ്ക്സ്. അപ്പൊ എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. കുറച്ച് ദിവസം ഉണ്ടാവും. കരാമയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതും മലയാളം UK എന്ന് പറയുന്നത്. മലയാളികൾ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ്, ഫുഡാണെങ്കിലും എല്ലാം നമുക്ക് ഒരു വ്യത്യാസമില്ലല്ലോ നാട്ടിൽ നിന്ന്. അത് തന്നെ ഒരു വ്യത്യാസം. അപ്പൊ ശരി രശ്മിൻ, റോഡുള്ള കേരളം കറക്റ്റാണ് പറഞ്ഞത്. അപ്പൊ ഇനിയും കാണാം നമുക്ക് ഫ്യൂച്ചറിൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് രശ്മിൻ. ഗൈസ്, അപ്പോ നിങ്ങൾ കേട്ട് കാണും. ഞാൻ ഇന്നലെ സോറി ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ലൈവായിട്ട് ഐ മീൻ ലൈവ് അവരിട്ട് അടുത്തൊരു മണിക്കൂറിലാണ് ചെയ്തത്. അപ്പം മിഥുൻ ചേട്ടനോ അതുപോലെ തന്നെ നിമ്മി ചേച്ചീനെയൊക്കെ കാണാൻ വേണ്ടി പറ്റി. അപ്പൊ ഭയങ്കര സന്തോഷം. ഇത് പറഞ്ഞ പോലെ ഇന്നലെ കണ്ട ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഇത് സുർമി ചേച്ചി, ദീപിക, വേറെന്തോടെ പേര് അതെ. അപ്പൊ ഇവരായിട്ടാണ് ഞങ്ങള് അവിടെ പോയത്. അപ്പൊ അടിപൊളി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിതിൻ ചേട്ടനും നിമ്മി ചേച്ചിയൊക്കെയാണ് ഭയങ്കര നല്ല സ്നേഹമായിരുന്നില്ലേ. നല്ല മനുഷ്യന്മാർ, ശരിക്കും നല്ല മനുഷ്യന്മാരായിരുന്നു അവര്. അപ്പൊ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഭയങ്കര സന്തോഷം. അപ്പൊ ഇവിടെയൊക്കെ തന്നെ കാണും, വീണ്ടും പോകും, തിരിച്ചു വരും. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ചുമ്മാ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അത്രേ ഉള്ളൂ.